ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്ത രീതിക്ക് നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ വലിയൊരു ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകി വരണവരേക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ശർക്കര ചെറുതായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ പച്ചരി 2 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം മാറ്റി എടുത്തിട്ടുള്ള പച്ചരിയാണിത്. ഈ അരി നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടും തന്നെ നനവ് വരാത്ത രീതിക്ക് വേണം ഒന്ന് വെള്ളം മാറ്റിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് തരികൾ കിടക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് വലിയ തരികളല്ല, ചെറുതായിട്ടുള്ളൊരു തരികൾ കിടക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. അപ്പം ഞാൻ 3 പാളയംകുടം പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പാളയംകുടം പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 1 സ്പൂൺ എള്ള് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എള്ള് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെള്ളം മാറ്റിയിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 മണിക്കൂർ പുളിപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. 3 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 3 മണിക്കൂറൊന്ന് പുളിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒരു 8 മണിക്കൂർ പുളിപ്പിക്കാനായിട്ട് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ണിയപ്പം ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം നമ്മൾ സോഡാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സോഡാപ്പൊടി ചേർത്ത് നമ്മൾ ഒരിക്കലും പുളിക്കാനായിട്ട് വെക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഉണ്ണിയപ്പം ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് മാത്രം നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ കുഴികളിലും ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിച്ചിട്ടും ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഓരോ കുഴികളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തവി വെച്ചിട്ടൊക്കെ കോരി ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമ്മളിതുപോലെ ഗ്ലാസ്സിൽ മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും. എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് മറിച്ചിടുമ്പോഴത്തേക്കും പുറം ഭാഗമൊക്കെ നല്ലതുപോലൊരു ബ്രൗൺ കളറിൽ കിട്ടിക്കോളും. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.